ഈ പണിത മന്ദിരം ഇത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഇവിടെ നാം ചെയ്യുന്നത് ഒരു ഉദ്ഘാടന കർമ്മം മാത്രമല്ല, മറിച്ച് ഈ കെട്ടിടം തുറക്കുന്നത് കരുണയുടെ ദൈവികമായ നിമിഷങ്ങളിലേക്കാണ്. നമുക്കെല്ലാവർക്കും ഇന്ന് ഈ കൂദാശയിലൂടെ ദൈവസ്നേഹത്തിൽ ഒരുമിച്ച് നിലകൊള്ളാനും മനുഷ്യ സ്നേഹത്തിന്റെ ഈ വലിയ അഗ്നി ഒരുമിച്ച് തെളിക്കാനുമുള്ള സന്ദർഭം ഉണ്ടാകണം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ദൈവമേ നിൻ പാതേ ചേരുന്നു നമ്മളൊന്നായി, നിന്നെ നമിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിൻ പുകഴ് പാടുന്നു നിന്റെ മക്കൾ. അതിഥിയായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അജു സാർ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി രഹന മേഡം, അനാമിക എന്ന് ഞങ്ങൾ എപ്പോഴും വിളിക്കാറുള്ള എലിസബത്ത് ഐസക്, അജു സാറിൻ്റെ സണ്ണിലോ ആയിട്ടുള്ള സണ്ണി, സൊസൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നു, ഏറെ ആദരവോടെ, ഏറെ ബഹുമാനത്തോടെ, ഏറെ പ്രതീക്ഷയോടെ അങ്ങേ ഞങ്ങളുമായി സംവേദിക്കുവാനായി ക്ഷണിക്കുന്നു. സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഈ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇതിലേക്ക് എന്നെ നയിച്ചത് ജോൺ അച്ഛനാണ്. ഒരു അച്ഛനെ ആദ്യമേ ഒരു കൂദാശയ്ക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പ്രോഗ്രാമിന് കൂദാശയ്ക്ക് വിളിച്ചപ്പോൾ അച്ഛൻ വന്നു. അന്ന് കണ്ടപ്പോൾ ബ്ലൈൻഡ് സ്കൂൾ ഒരിക്കൽ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സമയം കിട്ടിയില്ല. അച്ഛന് പ്രോഗ്രാം എന്നെ വിളിച്ചു. അത് വിളിച്ചെന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു ഇങ്ങനെ ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ ഞാൻ മുഴുവനായിട്ട് മനസ്സിലാക്കിയില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുനിലിനെ ഒരു ദിവസം അച്ഛനെ കാണാനായിട്ട് വിട്ടു. അപ്പോൾ ഒരു സുനിലിൻ്റെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രോയിങ് ഉണ്ടാക്കി കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ അന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അതിൻ്റെ 30 lakhs ടോട്ടൽ വരുമെന്നുള്ളൊരു എസ്റ്റിമേറ്റ് എടുത്ത് സുനിലിനെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പകുതി നമുക്ക് കൊടുക്കാം, ബാക്കി പകുതി അച്ഛൻ ബാക്കിയുള്ളവരിന്ന് കണ്ടെത്തണമെന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞത്. ഏതാണ്ട് ഒരു മാസം മുമ്പ് ഏതാണ്ട് പണി ബേസിക്കായിട്ട് അന്ന് ഒരു കാര്യം ഞാൻ എൻ്റെ ഫാദർ പറയുന്നത് എപ്പോഴും ഞാൻ അനുവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളൊരിടത്ത് ഇൻവോൾവ് ആകുമ്പോൾ അല്ലെങ്കിൽ പൈസ കൊടുത്താൽ പോരാ, അത് ആ പൈസ വെൽ സ്പെൻഡ് ആണോ എന്നുള്ള എൻഷുർ ചെയ്യണമെന്നൊരു ആസ്പെക്ട് ഉണ്ട്. അതുകൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും പുതിയ എഫർട്ട് ഇടുമ്പോൾ
പ്രത്യേകിച്ച് സുനിലിനെ പോലൊരാൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തെ വിട്ട് വൃത്തിയായിട്ട് ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സുനിൽ വന്ന് കണ്ടു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു മാസം മുമ്പ് വന്നപ്പോൾ ജോൺ സാറിനെ കാണുന്ന അപ്പൊ പകുതി തീർത്തിരിക്കാനും ടൈംസ് ഒന്നും ഇട്ടിട്ടില്ല, ഉപയോഗിക്കാനുള്ള രീതിയിലായിട്ടില്ല. അപ്പൊ ജോൺ സാറാണ് ശരിക്കും എന്നെ കൺവിൻസ് ചെയ്തത്. കാരണം 16ഓളം കുട്ടികൾ ഒരു സമയത്ത് ഒരു ബാച്ചിൽ ട്രെയിൻഡ് ആവുന്നു. ഈ 16 കുട്ടികൾക്കും അവരിവിടെ വരുന്നതിൽ നിന്ന് കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് 8 മാസം കഴിയുമ്പോൾ പോകുന്നത്. അതും കഴിഞ്ഞ ബാച്ചിൽ ഏതാണ്ട് 4 പേർക്കോളം ജോലി കിട്ടുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും 16 ലൈഫ്സ് ആണ് ഓരോ 8 മാസം കൂടുമ്പോഴും, അതും കാഴ്ച ശക്തി ഇല്ലാത്തവർക്ക് അവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കാനുള്ള ലെവലിലേക്ക് എത്തിക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. അത് വളരെ നോബിൾ ആയിട്ടൊരു കോസാണ്. ആ കോസിന് ഒരു ചെറിയ സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ ഇവിടുത്തെ ഗൈഡ് ചെയ്യുന്ന സാറുമാരും ഒക്കെയാണ്. ദേ ഡിസേർവ് മച്ച് മോർ അപ്ലോസ് ദാൻ മീ. കാരണം അവരാണ് അവരുടെ ഫുൾ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്ത് ആ കറക്റ്റ് കോഴ്സും ഡിസൈൻ ചെയ്ത് ആ പിള്ളേരെ എനേബിൾ ചെയ്യിക്കുന്നത്, അവരെ ബേസിക് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് പഠിപ്പിച്ച്. പലരും ഇവിടെ വരുന്നവരെ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാതിരിക്കുന്ന പിള്ളേർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരെയാണ് ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ചെടുക്കുന്നത്. അപ്പൊ അത്രയും എഫർട്ട് എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്ത ഈ ഒരു ഹെൽപ്പ് വളരെ ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബിക്കോസ് ഇറ്റ് ഇസ് ദെയർ എഫേർട്സ്, ഡേ ആൻഡ് നൈറ്റ് അല്ലെങ്കിൽ 24/7 അവരുടെ സപ്പോർട്ട് ഇസ് വാട്ട് മേക്ക് ദ ഡിഫറൻസ്. ഈ 8 മാസം കൊണ്ട് ഈ പിള്ളേരെ ഒരു ഏതെങ്കിലും രീതിയിൽ അവർക്ക് സ്വന്തം നിലയിൽ ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാ 8-9 മാസം കൂടുമ്പോൾ ഈ 16 പിള്ളേർ വെച്ച്, അപ്പോൾ അതും എനേബിളിംഗ് ഒരു ഗൈഡൻസോട് കൂടി കമ്പ്യൂട്ടർ സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു നോബൽ കോസിനാണ് നമ്മളെല്ലാവരും കൈയിട്ടിരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി റിയലി സപ്പോർട്ട് ഓൾ ദി ടീച്ചേഴ്സ് ആൻഡ് ദി സ്റ്റാഫ് ഓഫ് ദി ആർ സപ്പോർട്ടിംഗ് ദാറ്റ്. ഇപ്പൊ തീർച്ചയായിട്ടും സാർ ഒത്തിരി അതിനെക്കുറിച്ച് പറഞ്ഞു, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പക്ഷെ അത്രയും പറയാൻ ഞാൻ പ്രാപ്തനാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഐ പുട്ട് ഇൻ മൈ എഫേർട്സ് ഓൾ ടു മൈ ലൈഫ് ആൻഡ് ഐ കണ്ടിന്യൂ ടു. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് വളരെ വെൽ യൂട്ടിലൈസ് ആകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. താങ്ക് നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ, കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. നെഞ്ചിലെ മോഹമാ ജനശയ്യയിൽ നിൻ സ്വരക്കൂടു കൂട്ടുന്നു ഞാൻ. ദേവി കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. ഏറ്റവും വിശിഷ്ടരായിട്ടുള്ളവര്, എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുട്ടികളെ, സഹപ്രവർത്തകരെ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന എല്ലാ നല്ലവരായ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഈ അവസരത്തിൽ വന്നെത്തിയ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാർത്ഥിയാണ് ഞാൻ. ഇപ്പോൾ റിച്ച് മാക്സ് ഫിൻവെസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. ആദ്യമായിട്ട് തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച KVSSന്റെ എല്ലാ മാനേജ്മെന്റ് ഭാരവാഹികളോടും ഓർബി കമ്മ്യൂണിറ്റി പരിവർത്തൻ സെന്റർ അതേപോലെ തന്നെ ട്രെയിനേഴ്സിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന ഈ കോഴ്സ്, അതായത് കാഴ്ച പരിമിതി ഉള്ളവർക്ക് എക്സ്പ്ലനേഷൻ പലർക്കും അറിയുമോ എന്നൊക്കെ സംശയമുണ്ട്. ഓർഗനൈസേഷൻ ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ബ്ലൈൻഡ്സ് ഇൻ കേരള എന്നാണ് ഓർബിക്. പലരും എഴുതുമ്പോൾ ഓർബിക്കിന്റെ കേക്ക് വരും C ഒക്കെ എഴുതി കണ്ടിട്ടുണ്ട് സ്പെല്ലിങ്ങിൽ. ശരിക്കും അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സ്കൂള് 62-ൽ സ്ഥാപിതമായ എന്നുള്ള കാര്യം ഇവിടെ മാത്യു സാർ പറഞ്ഞപ്പോൾ പരാമർശിച്ചു.
62 സ്ഥാപിതമായി. അതിനുശേഷം നമുക്കറിയാം 7ാം ക്ലാസ് വരെയാണ് ഇവിടെ പഠനം. അതിനുശേഷം 10ാം ക്ലാസ് വരെ സമീപത്തുള്ള ഹൈസ്കൂളിൽ കുട്ടികൾ ഇവിടെ